വെള്ളക്കെട്ടിലേക്ക് സ്കൂട്ടർ തള്ളിയിട്ട ഭാര്യയും 2 കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ ബാംഗ്ലൂരിൽ നിന്ന് പിടിയിലായ പ്രതിയെ മലപ്പുറത്തെത്തിച്ചു. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതി 13 വർഷത്തിനു ശേഷമാണ് പിടിയിലായത്. വാവൂർ കൂടൻതൊലി മുഹമ്മദ് ഷരീഫാണ് പിടിയിലായത്. 2012 ജൂലൈ 21 പുലർച്ചെ 2 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പ്രതിയുടെ ഭാര്യ ഒളോട്ടൂർ ഭയങ്കര തടത്തിൽ 21 വയസ്സുള്ള സാബിറ, മക്കളായ 4 വയസ്സുള്ള ഫാത്തിമ, 2 വയസ്സുള്ള ഫിദ എന്നിവരെ വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 3 ആട്കളെയും മർഡർ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് ഒരു വെള്ളത്തിൽ തള്ളി ഡ്രൗണിങ് ചെയ്ത് ഉണ്ടായിരുന്നു. ആ കേസിൽ ആൾമോസ്റ്റ് 11 ഇയേഴ്സ് കഴിഞ്ഞ് 11 ഇയേഴ്സായിട്ട് ആബ്സ്കോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അവന് നമ്മൾ ഡാൻസ് ഓഫ് ടീം DPC ശ്രീമതി ചൈത്യ തെരേസ IPS അവരുടെ നിർദ്ദേശപ്രകാരം വേരിയസ് ഇൻ്റലിജൻസ് കളക്ട് ചെയ്തിട്ട് അവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. സോ അവൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. അവന് അവിടെ ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെയും കുട്ടികളുണ്ട്. പെരുന്നാളിന് വസ്ത്രങ്ങൾ എടുത്ത ശേഷം കുടുംബവുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ടയർ പഞ്ചറായാണ് അപകടമുണ്ടായതെന്നാണ് ഷരീഫ് ആദ്യം പറഞ്ഞിരുന്നത്. കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങി കർണാടകയിലേക്ക് കടന്നു. ബാംഗ്ലൂരിൽ മറ്റൊരു വിവാഹം കഴിച്ച് ടാക്സി ഡ്രൈവറായി കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പ്രതി പിടിയിലായത്. കേരള വിഷൻ, കൊണ്ടോട്ടി.